നമ്മുടെ അടുക്കളയിലെ പണി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ റീസെൻറ്റ് പർച്ചേസ് ആണ് ഇൻസ്റ്റൻറ്റ് പോട്ട്. അപ്പോൾ ഇത് എന്താണ് ഭയങ്കര ആഗ്രഹത്തോടെ കാര്യങ്ങൾ റിവ്യൂസൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ പൊതിക്കാതെ തേങ്ങ കിട്ടിയ അവസ്ഥയായിരുന്നു. പിന്നെ ട്രയൽ ആൻഡ് എററിലൂടെയാണ് ഒത്തിരി സംഭവങ്ങൾ പഠിച്ചത്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറേ നാൾ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എനിക്ക് രാവിലെ 6 മണിയാകുമ്പം ചോറ് വേണം. അപ്പോൾ ഞാൻ ചെമ്പാരിയാണ് യൂസ് ചെയ്യുന്നത്, പവിഴം ഇതിൻ്റെ മട്ട റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഡിലേ സ്റ്റാർട്ട് ഇട്ട് വെക്കും. അത് ഡിലേ സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. പ്രഷർ കുക്കിംഗ് തന്നെയാണ്, പക്ഷേ നമുക്ക് ഇന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സോ അതിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചോറ് റെഡി ആയിരിക്കും, പിന്നെ ഊറ്റിയാൽ മതി. ഓക്കെ, അതിനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു ഇത്രയും വിലയുടെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീൽ പ്രിപ്പിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതായത് ബൾക്ക് കുക്കിംഗ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. അതായത് ഇങ്ങനെ ഒത്തിരി ചീറ്റി തിളച്ച് പോകത്തില്ല. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഷർ കുക്കിങ്ങിൽ എന്തുവാണ്, നമ്മൾ വെച്ചിട്ട് നമ്മൾ വിസിൽ എണ്ണണമല്ലോ, ഇത്ര വിസിൽ, ഓരോന്നിനും ഇത്ര വിസിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കണം. നമ്മളിതിൽ കറക്റ്റ് വെള്ളം ഒഴിച്ച് അതിൻ്റെ സെറ്റിങ്സും ഇത്ര ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, 8 മിനിറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വളരെ ചുരുക്കം സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇത് ഇങ്ങനൊരു ഇത് ഇലക്ട്രിക് കുക്കറാണ്. ഇതിലെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡാണ് ഇൻസ്റ്റൻറ്റ് പോട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവം ഇതാണ്. ഇതിൻ്റെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ട് ഡിയോ 6 ക്വാർട്ടേഴ്സിൻ്റെയാണ് വാങ്ങിച്ചത്. 6. അപ്പോൾ ഇത് എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കുമുള്ള ചോറ് വെക്കാൻ പറ്റും. അതായത് 2 നാഴി ആണ് ഞാൻ ഇടുന്നത്, 2 നാഴി മട്ട റൈസ്. അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇതിന് ഒരു ഇന്നർ പോട്ട് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. പിന്നെ ഒരു ഇന്നർ പോട്ട് വരുന്നുണ്ട്. ഇതിലിതാ ഇവിടം വരെയാണ് നമുക്ക് മാക്സിമം ഇത് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ മാർക്കിംഗ് ഉണ്ട്. ഇതൊരു സ്റ്റീലാണ്. അപ്പം ഇതിൻ്റെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് ഒരു ലിഡാണ്. ഇത് പിന്നെ പ്രഷർ റിലീസ് ചെയ്യാതെ മറ്റേ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ പരിപാടികളൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് സേഫ്റ്റി കൂടുതലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രഷർ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ നമ്മൾ പ്രഷർ റിലീസ് ചെയ്യാൻ നോക്കി പൊട്ടിത്തെറിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത് ഉണ്ടാകത്തില്ല. നമുക്ക് മാനുവലിയും അല്ലാതെ നോർമലായിട്ടും പ്രഷർ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി കഴിയാം, മാനുവലി നമുക്ക് റിലീസ് ചെയ്യാം പ്രഷർ. ഇപ്പം പയർ, പരിപ്പ്, ഈ കഞ്ഞി പോലുള്ള സാധനങ്ങളാണെങ്കിൽ ചിലപ്പം ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ പുറത്ത് വരും. അതർ ദാൻ ദാറ്റ് നമുക്കിപ്പോൾ വെജിറ്റബിളൊക്കെ ആണെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം പോലെ റിലീസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ. ഇതൊരു സ്ലോ കുക്കിംഗ് സംഭവമാണ്. പിന്നെ പ്രഷർ കുക്കറിനേക്കാളും ചിലപ്പം കുറച്ചും കൂടെ ടൈം എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ മറ്റതിനെക്കാട്ടിലും. എന്ന് വെച്ചാൽ പ്രഷർ കുക്കിംഗ് കംപ്ലീറ്റ്ലി മാറ്റി എന്നൊന്നും പറയുന്നില്ല. നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനകത്ത് ബൾക്ക് കുക്കിങ്, അതുപോലെ നമുക്ക് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ വിസിൽ ഉണ്ടോ അല്ലെങ്കിൽ ഓഫ് ആയോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. ഇത് ഓണാക്കി ഇട്ടേച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി തിരിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് സംഭവം റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പോട്ട് ഇൻ പോട്ട് എന്ന് പറയുന്ന മെത്തേഡ്, അതായത് ഒരേ സമയം തന്നെ റൈസും പിന്നെ പരിപ്പും വേറെ പല സാധനങ്ങൾ പല പല പോട്ടിൽ വെച്ചിട്ട് അന്നേരം ഈ ഒരു മാർക്കിങ്ങിൻ്റെ സെക്ഷൻ നമുക്ക് ആവശ്യം ഉണ്ടാകത്തില്ല. അങ്ങനെ പല പല സെക്ഷനായിട്ട് അറ്റ് എ ടൈം തന്നെ ചോറും പയറും പരിപ്പും അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, പായസം ഉണ്ടാക്കാൻ പറ്റും, യോഗട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചിക്കൻ, മട്ടൺ, അതൊക്കെ ബൾക്ക് കുക്കിങ്, അതൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇതിനകത്ത്. പിന്നെ ഈ കരിഞ്ഞ് പിടിക്കുക അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. കരിഞ്ഞതിന് മുന്നേ ഞാനത് പറയും. പിന്നെ നമുക്ക് ചൂടുള്ള സ്ഥലങ്ങൾ, ഇത് എനിക്കൊന്ന് കൂടുതലും പുറം രാജ്യങ്ങളിലാണ് ഇത് യൂസ് ചെയ്ത് വരുന്നത്. ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദോശ മാവ് പുളിപ്പിക്കാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കുക്കിംഗ് കംപ്ലീറ്റ്ലി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോറ് വയ്ക്കുന്ന ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഇതിന്നിപ്പം ഞാൻ ഇച്ചിരി പയർ കറി ഉണ്ടാക്കി വെച്ചതാണ്, നമ്മുടെ ചെറുപയർ കറി. ഇത് ബൾക്ക് കുക്കിംഗ് ആണ്. ഒറ്റയടിക്ക് ഞാനൊരു 1/2 കിലോ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മീൻ, ഇവിടെ പയർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു എല്ലാത്തിൻ്റെയും കൂടി ഇച്ചിരി പയർ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് കുക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കറക്റ്റ്, ഇതിൻ്റെ ഞാൻ അളവും കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ, ചോറ്, പയർ, പരിപ്പ്, സാമ്പാർ, പിന്നെ മറ്റേ മെഴുക്കുരട്ടി, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാം. നോർമൽ പ്രഷർ കുക്കിംഗ് മാത്രമല്ല, നമുക്ക് സോട്ടെ മോഡുണ്ട്. അത് ടൈം അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് സെറ്റിങ്സ് ആണെങ്കിലും പിന്നെ നോർമൽ ഉണ്ട്, ഹൈ മോഡുണ്ട്. നല്ല കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പാസ്ത ഉണ്ടാക്കാം, ഇഡ്ഡലി, അതിൻ്റെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ഇഡ്ഡലിയും മറ്റു സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അപ്പം, ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി താളിക്കുന്നാവട്ടെ എല്ലാ കാര്യങ്ങളും, ചിക്കൻ, മട്ടൺ, പിന്നെ ബീഫ്,
മുട്ട പുഴുങ്ങാം, ഓക്കെ, എല്ലാം. പിന്നെ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനായാലും ഇപ്പം 1 പോട്ട് മീൽ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി, ബിരിയാണി വെക്കാം, പുലാവ്, ഇതെല്ലാം മറ്റേ വെള്ളം വറ്റി കറക്റ്റായിട്ട് സെറ്റായിട്ട് വരും. കറക്റ്റ് സെറ്റിങ്സ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സെറ്റിങ്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 1-2 സാധനം എങ്ങനെ കുക്ക് ചെയ്യുന്നു കാണിച്ചു തരാം. അതുപോലെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയത് ഇത് കുക്ക് ചെയ്യുമ്പം എത്ര മിനിറ്റ് ഏത് സെറ്റിങ്സ് എത്ര വെള്ളം എന്നുള്ളതായിരുന്നു. അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഇതിപ്പോൾ ഞാൻ ചെമ്പാരി കുക്ക് ചെയ്യാൻ ഇട്ടേക്കുവാ. ഞാൻ അതിൻ്റെ മാക്സിമം ലെവൽ ഇവിടെയാണ്. അപ്പോൾ 2 നാഴി അരി ഞാൻ കഴുകി അതിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഓക്കെ, പ്രഷർ കുക്കാണ് ഞാൻ ചെയ്യുന്നത്. സോട്ടെ മോഡാണെങ്കിൽ ജസ്റ്റ് സോട്ടെ മോഡ് ഇടുക. അപ്പോൾ 30 മിനിറ്റ്സ് കാണിക്കുന്നത്. 30 മിനിറ്റ്സ് ഇത് നോർമൽ ഇതിൽ സെറ്റ് ആവും. മനസ്സിലായില്ലേ? എനിക്കത് വേണ്ട, ഞാൻ ക്യാൻസൽ ചെയ്യുവാന്നു. പ്രഷർ കുക്ക് ഇപ്പം ഞാൻ നോർമലി രാത്രിയാണ് ഇത് ചെയ്യുന്നത്. ഇന്നിപ്പം എനിക്ക് പയ്യ മതി എന്നുള്ളതുകൊണ്ട് ഞാനിപ്പം ഉണ്ടാക്കുക. അല്ല, രാത്രിയാണ് ഇടുന്നതെങ്കിൽ പ്രഷർ കുക്ക് 6 മിനിറ്റ്സ് ഹൈ പ്രഷറിൽ. ഓക്കെ, ഹൈ പ്രഷറിൽ 6 മിനിറ്റ്സ്. എനിക്ക് കീപ്പ് വാം വേണ്ട. എന്നിട്ട് ഡിലേ സ്റ്റാർട്ട് ഞാൻ കൊടുക്കും. സോ 6 മിനിറ്റ്സ് ആണ്, 6 ഹവേഴ്സാണ് ഈ കാണിക്കുന്നത്. നമുക്ക് എത്ര മുന്നേ, അതായത് ഇപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം മതിയെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിറ്റ്സ് മാറ്റാം. ഓക്കെ, എന്നിട്ട് സെറ്റ് ചെയ്ത് പിന്നെ ചുമ്മാ അങ്ങ് വിട്ടേച്ചാൽ മതി, ഇത് സെറ്റ് ആയിക്കോളും. അപ്പം എനിക്ക് അതും വേണ്ട, എനിക്കിപ്പം പ്രഷർ കുക്ക് ചെയ്യണം. സോ പ്രഷർ കുക്ക് ഓൺ, വാം ഞാൻ ഓഫ് ആക്കുവാന്നു. പിന്നെ എനിക്ക് മിനിറ്റ്സ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ അരിയുടെ ഇതനുസരിച്ച് 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, കുറച്ചും കൂടെ വേവ് ഉണ്ടെങ്കിൽ ഒരു 8 മിനിറ്റ്, അത്രയേ ഉള്ളൂ. തീർന്നു. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഇതോടെ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകാം. ഇത് കറക്റ്റായിട്ട് സെറ്റായി എല്ലാം ഓക്കെ ആയിട്ടിരിക്കും. ജസ്റ്റ് ഒരു തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ പ്രഷർ റിലീസായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ആക്കരുത്. ഇത് സീൽ ചെയ്ത് വെച്ചേക്കണം, സീലിംഗ് മോഡിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ നോക്കണ്ട, ഇതെല്ലാം സെറ്റായിട്ടിരിക്കും. വെള്ളത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ നോർമലി പ്രഷർ കുക്കറിൽ യൂസ് ചെയ്യുന്ന പോലെ വെള്ളം എടുത്ത് ഊറ്റുക, ചോറായി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം അബ്സോർബ് ചെയ്ത് അത് പിന്നെയും കുഴഞ്ഞു പോകാനുള്ള ചാൻസ് അങ്ങനെയൊന്നുമില്ല. ഒത്തിരി നമ്മളിപ്പം ഇപ്പോൾ ഓണാക്കി വെച്ച് ഇതിൻ്റെ സെക്ഷനും കഴിഞ്ഞ് ഞാൻ ചിലപ്പം ഇപ്പോൾ ഇത് 10 മണിയാണ്, അപ്പം ഞാനിതിപ്പോൾ 1 മണി 2 മണിക്ക് എടുക്കുവാണെങ്കിലും അത്രയും കുഴഞ്ഞു പോകത്തൊന്നുമില്ല, ആ അവസ്ഥയിലിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ ഇട്ടേച്ച് വരുന്നത് ഒരു 4 മണിക്കൂറിന് ശേഷമാണ്. അതായത് വൺസ് കുക്കായി ഞാൻ തുറന്നില്ല, 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ ഇച്ചിരി കുഴഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നോർമലി ഇങ്ങനല്ല കാണുന്നത്, വെള്ളത്തോടെ ആയിരിക്കും കാണുന്നത്. ഇതിപ്പം വെള്ളമൊക്കെ വറ്റിയ പോലെയാണ്. അങ്ങനെയാണുള്ളപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, പശപ്പ് മാറാനായിട്ട്. അല്ലെങ്കിൽ നോർമലി വെള്ളം മേളിൽ കാണും. ഇത്രയൊന്നും ചോറ് വെന്തിങ്ങി വരത്തില്ല കേട്ടോ. എങ്കിലും ഇതിപ്പോൾ കുഴഞ്ഞു പോയ അവസ്ഥയൊന്നുമല്ല, കഴിക്കാൻ പറ്റുന്ന പാകം തന്നെയാണ്. സാമ്പാർ നമ്മൾ ആവശ്യത്തിന് പരിപ്പും പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത്. എന്നിട്ട് പ്രഷർ കുക്കിൽ ഹൈ പ്രഷറിൽ ഒരു 5 മിനിറ്റ്സ്, അതാണ് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് വൺസ് അത് സെറ്റായി അതിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പ്രഷർ റിലീസ് ചെയ്യുക ചെയ്യുന്നത്. പ്രഷർ റിലീസ് ചെയ്തിട്ട് പിന്നെ താളിച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഇത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതാ സോട്ടെ മോഡിലിട്ടേക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് നോർമൽ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും സാമ്പാറിൽ നമ്മുടെ ഈ പരിപ്പ് ഇങ്ങനെ ഒത്തിരി തിളച്ച് തൂവി ഫുള്ള് പുറത്ത് പോകുന്നൊരു പരിപാടി അതില്ല. ഇത് ഞാൻ 2 ദിവസത്തേക്കുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പം നോർമൽ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ മൊത്തം മെസ്സാവും. ഇതിപ്പോൾ ഈ ഒരു ഒറ്റ പാത്രം കഴുകിയാൽ മതി, പിന്നെ ഈ തളിച്ച് ചേർത്ത പാത്രം കഴുകിയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ചിലർ പോട്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ബട്ട് എന്താണ് പോട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിനേക്കാളും എനിക്ക് ഞാൻ നോർമൽ പ്രഷർ കുക്കറിലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം ചെറുപയറാണ് വെക്കുന്നത്. ഇത് ഞാൻ 1/2 കിലോ ചെറുപയറാണ്, ഏതാണ്ട് 2 കപ്പ് വരുവേ. ചെറിയ ചെറുപയറാണ്. എന്താണെങ്കിലും ഞാൻ സവോള വഴറ്റാനായിട്ട് സോട്ടെ മോഡിൽ 30 മിനിറ്റ്സ് നോർമലിട്ട് സവോള വഴറ്റി മുളക് പൊടി ഇട്ടു. അത്ര ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, പയറും ഇട്ടു. ഇനി 1:1 റേഷ്യോയിലാണ് വെള്ളം വേണ്ടത്. 1 കപ്പ് പയറിന് 1 കപ്പ് വെള്ളം. അതിൽ കൂടുതലൊന്നും ഇല്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് കറക്റ്റാക്കിയതാണ്. ഓക്കെ, ആൻഡ് ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് പ്രഷർ കുക്കിൽ ഹൈ പ്രഷറിൽ ഒരു 6 മിനിറ്റ്സ് 5 മിനിറ്റ്സോ 6 മിനിറ്റ്സോ മതി. ഇതേ സെറ്റിംഗ് തന്നെയാണ് ഞാൻ ചോറ് ചെമ്പാരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് അടയ്ക്കട്ടെ. എൻ്റെ പ്രഷറൊക്കെ പോയി, അത് കംപ്ലീറ്റ്ലി പോയി. ഇതാണ് പയറിൻ്റെ അവസ്ഥ. ഓക്കെ, പയർ വെള്ളം ഒന്നും അടിയിൽ പിടിക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഉണ്ടോ വെന്തിട്ടുണ്ട്. ഇത് ചെറിയ പയറായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്.
വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 1 pairനും ഒക്കെ ഡിഫറെൻറ്റ് ഇതാണ് സെറ്റിങ്സും വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇതൊക്കെ പലതവണ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പലതവണ ട്രൈ ചെയ്തതിൻ്റെ ട്രയൽസാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. കാരണം ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട്, ഇത് വാങ്ങിച്ചത് ഒരു ജൂൺ സമയത്താണ്. അന്നോട്ടുള്ള പലതവണ ട്രൈ ചെയ്ത് ഫെയിലായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഫൈനൽ എനിക്ക് സെറ്റാവുന്ന മോഡാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിക്കുക.